നമസ്കാരം. നമ്മൾ ഇന്ന് പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, സാധാരണയായി ഫീമെയിൽസിൽ 9 മാസം പൂർത്തിയാക്കിയ അല്ലെങ്കിൽ 280 ദിവസം പൂർത്തിയാക്കിയ പൂർണ്ണ വളർച്ച എത്തിയ ഒരു ഫീറ്റസിനെ പിന്നീട് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുക എന്നുള്ളതാണ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മള് ഫെർട്ടിലൈസേഷൻ നടന്നു ഉണ്ടായി ആ ഓർഗൻസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ആകുന്നവരെയാണ് എംബ്രിയോ എന്ന് വിളിച്ചത്. പിന്നീട് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഫീറ്റസ് എന്നാണ്. അപ്പൊ ഈ ഫീറ്റസിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്ന ആ പ്രോസസ് ആണ് പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി. എന്താണ് പാർച്ചുറേഷൻ? ദ പ്രോസസ് ഓഫ് ഡെലിവറി ഓഫ് ദ ഫീറ്റസ്. ഇനി ഈ പ്രോസസ്സിന് കാരണമായിട്ടുള്ള ആ മെക്കാനിസം നമ്മൾ ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം എന്നാണ് പറയുന്നത്. എന്താണ്? Parturation is induced by a complex neuroendocrine mechanism. എന്താണ് ഈ ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഫീറ്റസ് ആയതിനു ശേഷം പ്ലാസന്റയിൽ നിന്ന് ഇതിനുള്ള സിഗ്നൽസുകളെ റിലീസ് ചെയ്യുകയാണ്. അപ്പൊ ഈ സിഗ്നൽസുകൾ ഫീറ്റസ് ചേർന്നിട്ടാണ് ഈ സിഗ്നൽസുകളെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് യൂട്രൈൻ വോളുകൾ കോൺട്രാക്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ ആ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. എന്താണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്? പ്ലാസന്റ ഇൻഡ്യൂസ് ചെയ്യുന്ന യൂട്രൈന്റെ വോൾ ഉണ്ടാക്കുന്ന ആ കോൺട്രാക്ഷൻ ഓക്സിറ്റോസിനുകളുടെ റിലീസിന് കാരണമാകുന്നത്. നമുക്കറിയാം, പിറ്റ്യൂട്ടറി ആണ് ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോ ഒരു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓക്സിറ്റോസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ് ഓക്സിറ്റോസിന്റെ ഫംഗ്ഷൻ? നമുക്കറിയാം. എന്താണ്? പെൽവിക് മസിൽസുകളുടെ കോൺട്രാക്ഷൻ, അതുപോലെ തന്നെ യൂട്രൈൻ വോളിന്റെ കോൺട്രാക്ഷനേക്ക് സഹായിക്കുന്നു. വീണ്ടും യൂട്രൈൻ കോൺട്രാക്ഷൻ നടക്കുന്നു. യൂട്രൈൻ കോൺട്രാക്ഷന്റെ ഫലമായിട്ട് വീണ്ടും പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓക്സിറ്റോസിനെ റിലീസ് ചെയ്തു. ഈ പറയുന്ന പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് യൂട്രസിന്റെ കോൺട്രാക്ഷന്റെ ആ ഒരു റേറ്റ് കൂടുകയും ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കുന്ന ഫീറ്റസ് പിന്നീട് അമ്മയുടെ യൂട്രസിൽ നിന്ന് സെർവിക്സിലേക്ക് വന്ന് വജൈന വഴി പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മെക്കാനിസത്തെയാണ് നമ്മൾ ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് പ്ലാസന്റ ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ റിസൾട്ട് ആയിട്ട് ധാരാളം ഓക്സിറ്റോസിനെ റിലീസ് ചെയ്യുന്നു. ഓക്സിറ്റോസിനുകൾ വീണ്ടും യൂട്രൈൻ കോൺട്രാക്ഷനെ സഹായിക്കുന്നു. യൂട്രൈൻ കോൺട്രാക്ഷൻ കൂടുന്നതനുസരിച്ച് വീണ്ടും ഓക്സിറ്റോസിന്റെ ഉത്പാദനം പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഉണ്ടാകുന്നു. വീണ്ടും അത് യൂട്രസിന്റെ കോൺട്രാക്ഷനെ സഹായിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് കുഞ്ഞ് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നു. ഒരു പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന കുഞ്ഞിന് അമ്മ നൽകുന്ന ആഹാരം എന്ന് പറയുന്നത് അമ്മയുടെ മാമറി ഗ്ലാൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് ആണ്. അപ്പോൾ ഇതിന് സഹായിക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ഫ്രം മാമറി ഗ്ലാൻസ്. ഇനി അമ്മയുടെ ശരീരത്തിൽ നിന്ന് കുഞ്ഞിന് നൽകുന്ന ആദ്യത്തെ മിൽക്ക് അതൊരു യെല്ലോയിഷ് ആയിട്ടുള്ള കളർ ഉള്ളതായിരിക്കും. ഇതിന്റെ പേരാണ് കൊളസ്ട്രോം. കൊളസ്ട്രോം ഈസ് വെരി എസെൻഷ്യൽ ബിക്കോസ് ഇറ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് സെവറൽ ആന്റിബോഡീസ്. അതായത് നമുക്കറിയാം, ഒരു കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബ്ലഡ് സെൽസിന് ഉടനെ തന്നെ ഇമ്മ്യൂണിറ്റി ഒന്നും നേടാനുള്ള അല്ലെങ്കിൽ ആന്റിബോഡീസിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആയി തുടങ്ങുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസുകളെയാണ് അമ്മയുടെ ഈ ശരീരത്തിൽ നിന്നുള്ള മിൽക്ക് വഴി കുഞ്ഞിന് നൽകുന്നത്. അങ്ങനെയുള്ള റെഡിമെയ്ഡ് ആന്റിബോഡീസുകൾ കാണപ്പെടുന്ന ഫസ്റ്റ് മിൽക്ക് ആണ് കൊളസ്ട്രോം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ മിൽക്ക് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വെരി എസെൻഷ്യൽ ആയിരിക്കും. കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഒരു 6 മാസക്കാലം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന ആന്റിബോഡീസ് വഴിയാണ്. അവർക്ക് സ്വന്തമായിട്ട് ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷനൊക്കെ ആയി വരുന്നതേ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോം എന്ന് പറയുന്നത് ഈസ് എസെൻഷ്യൽ ഇൻ ന്യൂബോൺ ബേബീസ്. കൊളസ്ട്രോത്തിൽ കാണപ്പെടുന്ന ആന്റിബോഡീസ് ആണ് ആന്റിബോഡി എ എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ആന്റിബോഡീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും.